കാശിയുടെ മുഖത്ത് പരിഭ്രാന്തി കണ്ട് ദക്ഷ സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. കാശിയൊന്നും മിണ്ടാതെ വേഗം മുറിയിലേക്ക് കയറി. ദക്ഷയോടൊന്നും പറയാൻ അവൻ്റെ നാക്കും വഴങ്ങിയില്ല. അവൻ വേഗം പാറുമ്മയുടെ അടുത്തേക്ക് ചെന്ന് ദക്ഷ കാണാതെ സ്വകാര്യമായ ആ കാര്യം പറഞ്ഞു. പാറുമ്മേ, ഉണ്ണിയെ കാണാനില്ല. അവൻ എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല. ദക്ഷയോട് പതുക്കെ കാര്യം പറയണം. ഞാൻ അവനെ തിരക്കിറങ്ങുകയാണ്. കേട്ട വാർത്തയിൽ പാറുമ്മയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. എങ്കിലും ഭയവും വിഷവും കലർന്ന മുഖത്തോടെ അവർ തലയാട്ടി. കാശി ആ നിമിഷം തന്നെ ജീപ്പെടുത്ത് പുറത്തേക്ക് പാഞ്ഞുപോയി. കാശി വേഗത്തിലിറങ്ങി പോകുന്നത് കണ്ട് ഭയത്തോടെ നിന്ന ദക്ഷയുടെ അടുത്തേക്ക് പാറുമ്മ പതുക്കെ വന്നു. അവർ അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിക്കുന്ന ശബ്ദത്തിൽ വളരെ പതുക്കെ പറഞ്ഞു. മോളെ, ദച്ചു, നീ അല്പം ധൈര്യമായിരിക്കണം. എന്താ പാറുമ്മേ, എന്താ ഉണ്ടായത്? അവരെന്തിനാ പെട്ടെന്ന് പോയത്? ദക്ഷയുടെ ശബ്ദം വിറച്ചു. ഉണ്ണി അവിടെയൊന്നും കാണാനില്ലെന്ന്. എങ്ങോട്ടാ പോയതെന്ന് ആർക്കും അറിയില്ല. അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരെയും കൊണ്ട് കാശി അവനെ തിരയാൻ പോയതാ. പാറുമ്മയുടെ ആ വാക്കുകൾ കേട്ടതും ദക്ഷ തളർന്ന് താഴേക്ക് നിലത്തിരുന്നു പോയി. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ സീഡ്സ് ബോക്സ് താഴെ വീണു. തൻ്റെ ഉള്ളിലെ സന്തോഷവും കാശിയിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ സ്നേഹപ്രകടനവും ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായതുപോലെ അവൾക്ക് തോന്നി. അച്ഛൻ ചെയ്ത തെറ്റുകളുടെ ഭാരം താങ്ങാനാവാതെ സ്വന്തം ഏട്ടന് എന്തെങ്കിലും അരുതാത്തത് ചെയ്തു കാണുമോ എന്ന ഭയം അവളുടെ ഉള്ളിൽ തീയായി പടർന്നു. അവൾ നെഞ്ചുപൊട്ടി കരയാൻ തുടങ്ങി. കുറച്ചു മുൻപ് വരെ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിന്ന ആ വീട് വീണ്ടും ദക്ഷയുടെ അടക്കാനാവാത്ത സങ്കടത്തിൽ മുങ്ങി. സമയം രാത്രി ഏറെ വൈകി. ദക്ഷ ഉമ്മറപ്പടിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയായിരുന്നു. ഉണ്ണിയെക്കുറിച്ചുള്ള ആദിയും അവളെ തനിച്ചാക്കി പോയ കാശിയെക്കുറിച്ചുള്ള ഭയവും അവളുടെ ഹൃദയത്തെ വിറപ്പിച്ചു. സമയം കടന്നു പോകുന്തോറും റോഡിലെ വെളിച്ചങ്ങളെല്ലാം ഓരോന്നായി അണഞ്ഞു. കാശിയുടെ ജീപ്പിൻ്റെ ശബ്ദം കേൾക്കാൻ അവളുടെ കാതുകൾ കൊതിച്ചുകൊണ്ടിരുന്നു. അവളുടെ അരികിലേക്ക് പാറുമ്മ പതുക്കെ നടന്നു വന്നു. അവരുടെ മുഖത്തും ആശങ്കയുടെ കനത്ത നിഴലുകൾ ഉണ്ടായിരുന്നു. എങ്കിലും ദക്ഷയെ തളർത്താതിരിക്കാൻ അവർ ആ വികാരത്തെ ഉള്ളിലൊതുക്കി. പാറുമ്മ ദക്ഷയുടെ തോളിൽ കൈവച്ച് മൃദുവായി പറഞ്ഞു. മോളെ ദച്ചു, സമയം ഒരുപാടായി. നീ പോയി കിടന്നേ. അവൻ വന്നോളും. ഉണ്ണിയെ കണ്ടുപിടിച്ചിട്ടേ അവൻ വരൂ. നീ ധൈര്യമായിരിക്ക്. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ദക്ഷ കൂടുതൽ എതിർത്ത് പറയാൻ ശേഷിയില്ലാതെ അവൾ പതുക്കെ എഴുന്നേറ്റ് മുകളിലെ മുറിയിലേക്ക് നടന്നു. പക്ഷെ ദക്ഷയെ അകത്തേക്ക് പറഞ്ഞയച്ചെങ്കിലും പാറുമ്മയ്ക്ക് ഒട്ടും സമാധാനമുണ്ടായിരുന്നില്ല. വീടിൻ്റെ ഉമ്മറത്ത് തനിച്ചു നിന്ന പാറുമ്മ ഇരുട്ടിലേക്ക് കണ്ണും നട്ട് പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഉണ്ണിയുടെ അവസ്ഥ എന്തായിരിക്കും? കാശി അവനെ കണ്ടെത്തുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ആ അമ്മ മനസ്സിനെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു. രാത്രി വളരെ വൈകിയാണ് കാശി തിരിച്ചെത്തിയത്. അവൻ്റെ മുഖത്ത് കനത്ത ക്ഷീണവും നിരാശയും നിലച്ചിരുന്നു. അവൻ അകത്തേക്ക് കയറി മുറിയിലേക്ക് പോകാൻ ആഞ്ഞപ്പോഴാണ് ഉമ്മറത്ത് കാത്തിരിക്കുകയായിരുന്ന പാറുമ്മ അരികിലേക്ക് വന്നത്. മോനെ, എന്തായി? വല്ല വിവരവും അറിഞ്ഞോ? പാറുമ്മ വിറക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഇല്ല പാറുമ്മേ, ഒരു വിവരവുമില്ല. തികഞ്ഞ നിരാശയോടെ കാശി മറുപടി പറഞ്ഞു. അവൻ പതുക്കെ മുകളിലേക്ക് നടന്നു. തൻ്റെ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ദക്ഷയുടെ മുറിയിൽ വെളിച്ചം തെളിഞ്ഞു നിൽക്കുന്നത് അവൻ കണ്ടത്. അവൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ലെന്ന് അവൻ ഉറപ്പായി. അവൻ പതിയെ അവളുടെ മുറിയിലേക്ക് മുന്നിലേക്ക് നടന്നു. വാതിലൂടെ അകത്തേക്ക് നോക്കിയ കാശിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ദക്ഷ കട്ടിലിനടുത്ത് തറയിലിരുന്ന് കട്ടിലേക്ക് തലവെച്ച് നെഞ്ചു പൊട്ടി കരയുകയായിരുന്നു. അവളുടെ ഭംഗിയുള്ള മുടിയെല്ലാം അഴിഞ്ഞ് അലസമായി കിടക്കുന്നു. തൻ്റെ സഹോദരനെ കുറിച്ചോർത്ത് സങ്കടം താങ്ങാൻ കഴിയാതെ അവൾ തളർന്നു പോയിരുന്നു. കാശി പതുക്കെ അകത്തേക്ക് കയറി അവളുടെ അരികിൽ ചെന്നു. തികച്ചും സൗമ്യമായ ശബ്ദത്തിൽ അവൻ വിളിച്ചു. ദക്ഷ. അവൾ പതുക്കെ തലയുയർത്തി കണ്ണീർ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. കാശി അവളുടെ അരികിൽ ഒരു അടി കൂടി അടുത്തു നിന്നു. അവൻ്റെ തൊണ്ടയിടറി. എങ്കിലും ഉള്ളിലെ സർവ്വധൈര്യവും സംഭരിച്ച് അവൻ പറഞ്ഞു. നിന്റെ ഉണ്ണിയെ ഞാൻ കണ്ടുപിടിക്കും. അവൻ എവിടെയായാലും ഞാൻ നിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. അതുമാത്രമേ ആ നിമിഷത്തിൽ അവളോട് പറയാൻ കാശിക്ക് കഴിഞ്ഞുള്ളൂ. താൻ കാരണം അവളുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചകൾക്ക് പരിഹാരമായി അവളുടെ ഏട്ടനെ തിരികെ എത്തിക്കാമെന്ന ആ വാഗ്ദാനം മാത്രം നൽകി അവൻ ഭാരമുള്ള മനസ്സോടെ അവിടെ നിന്നും മാറി. മുറിയിൽ കയറി കട്ടിലിൽ കിടന്നെങ്കിലും കാശിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കണ്ണടക്കുമ്പോഴൊക്കെ തെളിയുന്നത് ദക്ഷയുടെ ആ കരഞ്ഞു തളർന്ന മുഖമായിരുന്നു. അലസമായി കിടക്കുന്ന മുടിയും കണ്ണിൽ കുതിർന്ന കണ്ണുകളുമായി കട്ടിൽ തലവെച്ച് കരയുന്ന അവളുടെ രൂപം അവൻ്റെ മനസ്സിനെ കൂടുതൽ തളർത്തി. താൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്ക് നൽകാൻ കഴിയുന്നത് സങ്കടങ്ങൾ മാത്രമാണല്ലോ എന്ന ചിന്ത അവന് വേട്ടയാടിക്കൊണ്ടിരുന്നു. അവൻ അസ്വസ്ഥതയോടെ കട്ടിൽ കിടക്കയിൽ നിന്നും തിരിഞ്ഞു മറിഞ്ഞും ഒടുവിൽ അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്ന ഫോൺ എടുത്തു. അപ്പോഴാണ് സ്ക്രീനിൽ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കണ്ടത്. ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്നായിരുന്നു. കാശി ആകാംക്ഷയോടെ ആ മെസ്സേജ് തുറന്നു നോക്കി. അതിലെഴുതിയിരിക്കുന്നത് ഇതായിരുന്നു. കാശി, ഞാൻ ഉണ്ണിയാണ്. എൻ്റെ അച്ഛൻ ചെയ്ത ക്രൂരതകൾക്ക് ഞാൻ വൈകിയാണ് അറിഞ്ഞത്. അതിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. എനിക്കിനി അവിടെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. എൻ്റെ ദച്ചൂട്ടി,
നിന്റെ കൈകൾ സുരക്ഷയാണെന്ന് എനിക്കറിയാം. ഞാൻ തിരികെ വരും. ഇതെൻ്റെ പുതിയ നമ്പറാണ്. ഉണ്ണിക്ക് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ സുരക്ഷിതനാണെന്ന് സത്യം തിരിച്ചറിഞ്ഞപ്പോൾ കാശിയുടെ നെഞ്ചിൽ വലിയൊരു സന്തോഷം നിറഞ്ഞു. അതിലുപരി തന്നിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഉണ്ണി അയച്ച ആ വാക്കുകൾ അവൻ്റെ മനസ്സിന് വലിയൊരു ശക്തി നൽകി. ഇനിയൊരു നിമിഷം പോലും വൈകാതെ ഈ സന്തോഷ വാർത്ത ദക്ഷയെ അറിയിക്കാമെന്ന ആഗ്രഹത്തോടു കൂടി കാശി ഫോണും കയ്യിലെടുത്ത് വേഗത്തിൽ അവളുടെ മുറിയിലേക്ക് നടന്നു. ദക്ഷ എന്ന് വിളിച്ചുകൊണ്ട് കാശി അവളുടെ മുറിയിലേക്ക് കയറി. പക്ഷേ കരഞ്ഞു തളർന്നുറങ്ങുന്ന ദക്ഷയെ കണ്ടപ്പോൾ അവളെ വിളിച്ചുണർത്താൻ അവന് തോന്നിയില്ല. അവൻ പതുക്കെ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ അവൻ വിരലുകൾ കൊണ്ട് മൃദുവായി ഒതുക്കി വെച്ചു. അപ്പോഴും അവളുടെ കൈകൾ ആ താലിയിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ കാശിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അച്ഛൻ ചെയ്ത തെറ്റുകൾ ഭാരം പേറി വന്നവളാണെങ്കിലും തന്നോടുള്ള പ്രണയം അവൾ ഇപ്പോഴും ആ താലിയിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. താൻ എത്രയൊക്കെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അവൾക്ക് തന്നോട് ഇപ്പോഴും ഉള്ളിൽ വലിയൊരു സ്നേഹമുണ്ടെന്ന് കാശി തിരിച്ചറിഞ്ഞു. അവളോടുള്ള പ്രണയം അവൻ്റെ ഉള്ളിൽ അണപൊട്ടിയൊഴുകിയെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ നിശബ്ദനായി. അവൻ പതുക്കെ എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നു. അലമാര തുറന്ന് പഴയ ആ പെട്ടി അവൻ പുറത്തെടുത്തു. അതിൽ നിന്നും അവൻ ആ വർഷങ്ങൾ പഴക്കമുള്ള സ്വർണ്ണ നിറത്തിലുള്ള അവൻ്റെ ആ പഴയ ഡയറി കയ്യിലെടുത്തു. ആ പേജുകൾ തുറന്നപ്പോൾ അന്ന് ദക്ഷയുടെ കണ്ണുനീർ തുള്ളികൾ വീണതുകൊണ്ട് ആ പേജിലെ മഷി പുരണ്ട് കിടക്കുന്നത് അവൻ കണ്ടു. ആ ഡയറിയിലെ ഓരോ താളുകളും ദക്ഷയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. അവൾ ആദ്യമായി കണ്ട നാൾ മുതൽ അവളുടെ ചെറുപ്പകാലത്തെ ഫോട്ടോയും തൻ്റെ ഉള്ളിലെ പ്രണയം അറിഞ്ഞും അറിയാതെയും അവൻ ആ ഡയറിയിൽ പകർത്തിയിരുന്നു. ഡയറിയുടെ താളുകൾ മറിച്ചു നോക്കുമ്പോഴും കാശിയുടെ മനസ്സ് വലിയൊരു സംഘർഷത്തിലായിരുന്നു. ദക്ഷയോടുള്ള പ്രണയം ഉള്ളിൽ പൂക്കുമ്പോഴും മറുവശത്ത് അവളുടെ അച്ഛനോടുള്ള ആ കനത്ത പക അവൻ്റെ ഉള്ളിൽ കനലായി പുകയുന്നുണ്ടായിരുന്നു. അവൻ ആ ഡയറി നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു. എനിക്കിതെന്താണ് പറ്റുന്നത്? എൻ്റെ അമ്മയുടെ ജീവിതം തകർത്ത ഞങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയ ആ മനുഷ്യനോട് എനിക്ക് ദയ തോന്നാൻ പാടില്ല. അത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന ആ പ്രതികാരം ഇല്ലാതാകുമോ? ആ മനുഷ്യനെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച ഞാൻ അവൻ്റെ മകളുടെ മുന്നിൽ മനസ്സ് പതറിപ്പോവുകയാണോ? എൻ്റെ അമ്മ അനുഭവിച്ച വേദനകളും ആ മനുഷ്യൻ ചെയ്ത ദ്രോഹങ്ങളും അവൻ്റെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറി. അച്ഛനോടുള്ള ആ കടുത്ത ദേഷ്യം ദക്ഷയിലേക്ക് പടരാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എങ്കിലും ആ അച്ഛൻ്റെ മകളാണ് ദക്ഷ എന്ന സത്യം ഓർക്കുമ്പോൾ അവളോട് കാണിക്കുന്ന ഈ സ്നേഹം തൻ്റെ പ്രതികാരത്തെ ദുർബലപ്പെടുത്തുമോ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ആ കനത്ത സങ്കടം താങ്ങാനാവാതെ കാശി പാറോമ്മയുടെ അരികിലേക്ക് നടന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് അവൻ ഇത്രയും വൈകാരികമായി അവരുടെ അടുത്തേക്ക് പോകുന്നത്. മുറിയിൽ പാറോമ്മയും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വാതിൽ തുറന്നകത്തേക്ക് വരുന്ന കാശിയെ കണ്ടതും അവർ പരിഭ്രമത്തോടെ എഴുന്നേറ്റു. എന്താ മോനെ, എന്താ പറ്റി? ഉണ്ണിയെ പറ്റി വല്ല വിവരവും? കാശി ഒന്നും മിണ്ടാതെ പാറോമ്മയെ കെട്ടിപ്പിടിച്ച് അവരുടെ തോളിലേക്ക് തലവെച്ചു. ഉള്ളടക്കി വെച്ചിരുന്ന സങ്കടവും കുറ്റബോധവും അവൻ പാറോമ്മയോട് തുറന്നു പറഞ്ഞു. തൻ്റെ അമ്മയുടെ ജീവിതം തകർത്ത ആ മനുഷ്യനോടുള്ള പ്രതികാരവും എന്നാൽ അദ്ദേഹത്തിൻ്റെ മകളായ ദക്ഷയോട് തൻ്റെ ഉള്ളിൽ വിരിയുന്ന പ്രണയവും തമ്മിലുള്ള വലിയ യുദ്ധം അവൻ കണ്ണീരോടെ വിറക്കുന്ന ശബ്ദത്തിൽ പങ്കുവച്ചു. പാറോമ്മ അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ തലയിൽ മൃദുവായി തലോടിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ മോൻ വിഷമിക്കാതിരിക്കെ. നീ ആ മനുഷ്യനോട് ചെയ്യേണ്ട പ്രതികാരമൊക്കെ ചെയ്തു കഴിഞ്ഞു മോനെ. അദ്ദേഹത്തിൻ്റെ ജീവനായ കണ്ണിലുണ്ണിയായ മകളല്ലേ ഇന്ന് നിൻ്റെ കൂടെ നിൻ്റെ തണലിൽ നിൽക്കുന്നത്. ഇതിലും വലിയൊരു ശിക്ഷ ഇനി ആ മനുഷ്യന് കിട്ടാനുണ്ടോ? അവർ അവൻ്റെ മുഖം കൈകളിൽ ഉയർത്തിപ്പിടിച്ചു. എൻ്റെ മോൻ അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട. ആ മനുഷ്യൻ്റെ സ്വഭാവമൊന്നും ആ കൊച്ചിനില്ല. ആ കുഞ്ഞിൻ്റെ മനസ്സ് ഇനി എൻ്റെ മോൻ വിഷമിപ്പിക്കരുത്. അത്രയേ ഈ പാറോമ്മക്ക് നിന്നോട് പറയാനുള്ളൂ. പാറോമ്മയുടെ വാക്കുകൾ കാശിയുടെ ഉള്ളിലെ കനലിന് വലിയൊരു ആശ്വാസവും തണലുമായി മാറി. പാറോമ്മയുടെ വാക്കുകൾ മനസ്സിന് ആശ്വാസം നൽകിയെങ്കിലും ദക്ഷയോട് തനിക്കുള്ള പ്രണയം പുറത്ത് കാണിക്കാൻ കാശിക്ക് ഇപ്പോഴും കടുത്ത മടിയായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ മുഖത്ത് പഴയതുപോലെ കുറച്ച് ഗൗരവം വരുത്തി ദക്ഷയുടെ മുറിയിലേക്ക് നടന്നു. കട്ടിലിൽ തികഞ്ഞ സങ്കടത്തോടെ കണ്ണീരടങ്ങാത്ത മുഖവുമായി ഇരിക്കുകയായിരുന്നു ദക്ഷ. കാശി അകത്തേക്ക് കയറി അവൾക്ക് നേരെ ഫോൺ നീട്ടി. സ്ക്രീനിൽ ഉണ്ണി അയച്ച ആ സന്ദേശം കണ്ടതും ദക്ഷയുടെ കണ്ണുകൾ അത്ഭുതവും ആശ്വാസവും കൊണ്ട് വിടർന്നു. അവൻ സുരക്ഷിതനാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. സന്ദേശം വായിച്ചു തീർത്തതും കാശി ഫോൺ തിരികെ വാങ്ങി. അവളുടെ കണ്ണുകളിലേക്ക് നോക്കാതെ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു, ഇനി ഇവിടെ വെറുതെ സങ്കടപ്പെട്ടിരിക്കുന്നതോ ആഹാരം കഴിക്കാതിരിക്കുന്നതോ ഒന്നും ഞാൻ കാണരുത്, കേട്ടല്ലോ. കാശിയുടെ ആ പെട്ടെന്നുള്ള ഗൗരവം കണ്ടതും ഭയത്തോടെ ഒരു പാവം കൊച്ചുകുട്ടിയെ പോലെ അവൾ വേഗം തലയാട്ടി. അവൾ തലയാട്ടിയതും കാശി കൂടുതലൊന്നും മിണ്ടാതെ തൻ്റെ മുഖത്തെ പുഞ്ചിരി പുറത്ത് കാണിക്കാതിരിക്കാൻ വേഗം തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. അവൻ വാതിൽ കടന്നു പോയതും ദക്ഷ അവൻ്റെ പോക്ക് നോക്കി ചുണ്ട് പിളർത്തി പിറുപിറുക്കാൻ തുടങ്ങി. ഓ, എന്തൊരു സാധനമായത്! ചിലപ്പോൾ കാണാൻ കടുത്ത ശാന്തതയും സ്നേഹവും, ഇപ്പോൾ കണ്ടില്ലേ ഭയങ്കര ഗൗരവം. ഇതിനൊക്കെ വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമോ എന്തോ. അവൻ്റെ ആ പോക്ക് കണ്ട്
ദക്ഷയ്ക്ക് ദേഷ്യം വന്നെങ്കിലും ഉണ്ണി സുരക്ഷിതനാണെന്ന സന്തോഷത്തിൽ അവളുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി തെളിഞ്ഞു. ഉണ്ണി സുരക്ഷിതനാണെന്ന ആശ്വാസത്തിൽ ദക്ഷ പതുക്കെ താഴേക്കിറങ്ങി. പാറുമ്മ അടുക്കളയിൽ രാവിലത്തെ പണികളിലായിരുന്നു. ദക്ഷ നേരത്തെ തൻ്റെ സ്ഥിരം വിനോദമുള്ള ഇടത്തേക്ക് നടന്നു, അടുക്കളയിലെ പിൻവശത്തേക്ക്. അവിടെ അവളെയും കാത്ത് അവളുടെ പൂച്ചക്കുട്ടികൾ ഇരിപ്പുണ്ടായിരുന്നു. ധാരാളം രോമമുള്ള സ്വർണ്ണ നിറത്തിലുള്ള കാണാൻ നല്ല ഭംഗിയുള്ള പൂച്ചകളായിരുന്നു അവ. ദക്ഷയെ കണ്ടതും അവറ്റകൾ ഓടി അവളുടെ അടുത്തേക്ക് വന്നു. അവൾ അതിനെ കൈകളിൽ കോരിയെടുത്ത് അവരോട് വർത്തമാനം പറയാൻ തുടങ്ങി. പാറുമ്മേ, ഇവർക്ക് ഇത്തിരി പാൽ തരുമോ? ദക്ഷ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു. പാറുമ്മ ചിരിയോടെ പുറത്തേക്ക് നോക്കി പറഞ്ഞു, ഓ എൻ്റെ ദച്ചുട്ടി, നീ എന്നെ വഴക്ക് കൊള്ളിച്ചേ അടങ്ങും. അവൻ അറിഞ്ഞാൽ ചോദിക്കും, എന്തിനാ ഇവറ്റകളെയൊക്കെ ഇങ്ങോട്ട് കയറ്റിയതെന്ന്. ഏയ്, അതൊന്നുമില്ല, എൻ്റെ സുന്ദരി പാറുമ്മയല്ലേ, വെറുതെ പേടിപ്പിക്കാതെ. അവൾ പൂച്ചയെ നെഞ്ചോട് ചേർത്ത് വല്ലാതെ കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടാണ് കാശി അങ്ങോട്ടേക്ക് വരുന്നത്.